വിശ്വപൗരൻ ശശി തരൂർ ഗ്ലോബലായിട്ട് അതേപോലെ തന്നെ ഇന്ത്യയിലും അയാളുടെ ഈ പൊളിറ്റിക്കൽ മാറ്റത്തെപ്പറ്റി ഡിസ്കഷനുണ്ട്. ഗ്ലോബൽ മീഡിയയും ശശി തരൂരിൻ്റെ ഈ മാറ്റത്തെപ്പറ്റി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. നാഷണൽ മീഡിയ ഫുള്ളായിട്ട് അതിനെപ്പറ്റി ഡിബേറ്റും ഡിസ്കഷനും സ്റ്റാർട്ട് ചെയ്ത് കേരളത്തിലെ മീഡിയയും പൊതുജനങ്ങളും സോഷ്യൽ മീഡിയയിലും ഡിബേറ്റും ഡിസ്കഷനും സ്റ്റാർട്ട് ചെയ്തു. ഈ അടുത്ത സമയത്ത് ഈ ശശി തരൂർ പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട കീ പോയിന്റ് ഉണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, സീനിയർ ലീഡറാണ്. കാരണം ഇത്ര 4 പ്രാവശ്യം ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷെ അടിയന്തരാവസ്ഥയെപ്പറ്റി ശശി തരൂർ സഞ്ജയ് ഗാന്ധിയെ പറ്റി, ഇന്ദിരാഗാന്ധിയെ പറ്റി പറഞ്ഞത് 100% സത്യം. ഞാൻ പറയുന്നത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രി, ഇപ്പം മലയാളികളൊക്കെ ഭയങ്കരമായിട്ട് ഇന്ദിരയെ പൊക്കിയെടുക്കുന്നു. എമർജൻസിക്ക് ശേഷം വീണ്ടും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യം നശിപ്പിക്കാൻ ശ്രമിച്ച സ്ത്രീയാണ് ഇന്ദിരാഗാന്ധി. അവരുടെ മകൻ സഞ്ജയ് ഗാന്ധി ഡൽഹി നടത്തിയ ക്രൂരതയ്ക്ക് കയ്യും കണക്കുമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമോ. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് മലയാളികൾ ഗാന്ധി കുടുംബത്തെ, ഇന്ദിരാഗാന്ധിയെ, ഈ പറയുന്ന സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ കാണുന്നത്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ അടിയന്തരാവസ്ഥയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ശശി തരൂർ പറഞ്ഞൊരു കീ പോയിന്റ്, പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഒരു സോഷ്യലിസ്റ്റ് രീതിയിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇന്ത്യക്കാർക്ക് ഈ പൊതുവെ ഈ പറയുന്ന നാഷണലിസം കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നു. സത്യമായത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയാം കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് നാഷണലിസം, അവർക്ക് ഇന്ത്യയെക്കാളും താല്പര്യം കൂടുതൽ ചൈനയാണ്. അവർ എത്രയോ പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർക്ക് ഈ രീതിയിലുള്ള ഒരു സോഷ്യലിസ്റ്റ് നാഷണലിസം ആയിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ ഒരു ദേശീയവാദി, അതായത് ഒരു പാട്രിയോട്ടിക് ഇന്ത്യൻ എന്നൊരു സംഭവം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടില്ല. ബാക്കിയൊക്കെ ഈ പറയുന്നത് ചുമ്മാ പറയുന്നേ. അതിന് മാറ്റം വന്നത് മോദി വന്ന ശേഷമാണ്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. മോദി ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഇന്ത്യയിൽ കൊടുത്തത് ഇന്ത്യയെ നാഷണലിസ്റ്റിക് ആയിട്ട്, അതായത് പാട്രിയോട്ടിക് ഇന്ത്യൻ ആയിട്ട്, പ്രൈഡ് ടു ബി ആൻ ഇന്ത്യൻ, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ എന്ന രീതിയിൽ ഇന്ത്യക്കാരൻ ഗ്ലോബലി ഇന്ത്യയിലും പറയാൻ തുടങ്ങി. ഞാൻ അതിനും ഇപ്പം മോദി വരുന്നതിന് മുമ്പ് ഞാൻ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു സംഭവം ഗ്ലോബലായിട്ട് ഇന്ത്യക്കാരനെന്ന് പറയാൻ അവരത് വലിയ പ്രൗഡായിട്ടും പ്രൈഡായിട്ടും മാറിയത് മോദി വന്ന ശേഷം. അത് ഇന്ത്യയിലും ഉണ്ടായി. അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഞാൻ എന്താണ് പറഞ്ഞത്, അതിനെപ്പറ്റി എന്നെ ഭയങ്കരമായിട്ട് തെറി വിളിച്ച് സൈബറിലൊക്കെ അറ്റാക്ക് ചെയ്തതിൻ്റെ കാര്യം അതാണ് എൻ്റെ റീസൺ. അത് ഇന്ത്യക്ക് ആവശ്യമാണ്. കാരണം ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്ന ദേശീയ പാട്രിയോട്ടിക്കായ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. അതിനകത്ത് ഹാഫ് ഇവിടെ ഹാഫ് അവിടെ അല്ല. പക്ഷെ ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ എൻ്റെ കടമ ഞാൻ ചെയ്യും. അത് ജനാധിപത്യത്തിൽ എനിക്ക് തന്നിരിക്കുന്ന അവകാശമാണ്. ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. അതാണ് എൻ്റെ പാർട്ട് വിജയം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയോ, അതായത് സമയം മാറിപ്പോയോ എന്നതിനെ പറ്റിയാണ് തർക്കം. അതിൽ ചില കാര്യങ്ങൾ ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്ത സമയം ശരിയായില്ല. പക്ഷെ ജനാധിപത്യത്തിന് ഈ പറയുന്ന പാട്രിയോട്ടിക് ഇന്ത്യയുടെ എവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് തുറന്ന് കാണിച്ചാൽ മാത്രമേ ജനാധിപത്യത്തിൽ അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ തെഹൽക്കെ എന്ന് പറയുന്നത് സംഭവത്തിൽ കൂടെയാണ് ഞാൻ അറിയപ്പെടുന്ന ജേർണലിസ്റ്റ്. അതിന് മുമ്പ് മാച്ച് ഫിക്സിംഗ് കൂടെ കുറച്ചറിയായിരുന്നു. അപ്പം അതിനുശേഷം ഇന്ത്യൻ ഡിഫൻസിനകത്ത് ഈ കറപ്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പം ആ സമയത്തും ആൾക്കാർ പറഞ്ഞു ഇന്ത്യൻ ഡിഫൻസിനെ പറ്റി ഇങ്ങനെ പറയരുത്, മോശമാണ്. ഞാൻ പറഞ്ഞു അതെന്ത് മോശമാണ്? കാരണം ഇന്ത്യൻ ഡിഫൻസിൻ്റെ അകത്ത് ഇതേപോലെ കൈക്കൂലി മേടിച്ചിട്ട് ഓരോ കാര്യം അവിടെയുള്ള പട്ടാളക്കാർക്ക് കൊടുക്കുന്ന കാര്യത്തെ പറ്റിയല്ലേ പറഞ്ഞത്. അതല്ലേ തുറന്നു കാണിച്ചു. അതിൻ്റെ അകത്ത് തെറ്റുള്ളത്. അത് ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതേപോലെ ഈ സംഭവം പോയിക്കൊണ്ടേയിരുന്നു.
ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടത് പറയണം. അതായത് ഇന്ത്യയുടെ നാഷണലിസം വേറെ, പക്ഷെ അതിൻ്റെ പേരിൽ ഹൈപ്പർ നാഷണലിസം ഉണ്ടാകുന്ന തെറ്റാണ്. അതായത് തെറ്റായ രീതിയിൽ കൂടെ പോകുന്നതിന് നാഷണലിസത്തിൻ്റെ പേരിൽ അതിനെ അനുകൂലിക്കുകയല്ല ചെയ്യേണ്ടത്, അതിനെ തുറന്നു കാട്ടണം. കാരണം തെറ്റുകൾ തിരുത്തിയാണ് നമ്മൾ പോകേണ്ടത്, അല്ല തെറ്റുകൾ ശരി വെച്ച് അതിനെ ഷാഡോ ആക്കിയിട്ടല്ല പോകേണ്ടത്. അപ്പം അതിനകത്ത് ഈ ശശി പറഞ്ഞൊരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത്, അതായത് നാഷണലിസം, സോഷ്യലിസ്റ്റിക് ആ രീതിയിൽ നിന്നും കോൺഗ്രസിനകത്ത് നിന്നും നാഷണലിസം, ഒരു പൗരബോധമല്ല, ഒരു ദേശീയ ബോധം അത് കൊണ്ടുവരാൻ വേണ്ടി മോദിക്ക് ഭയങ്കരമായിട്ട് കഴിഞ്ഞു. അത് സംശയമില്ലാത്ത കാര്യം. അത് മോദിയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണത് ബേസിക്കലി ഉണ്ടായത്. ഇത് എല്ലാ ഇന്ത്യക്കാർക്കും വളരെ പ്രൈഡായിട്ടും പ്രൗഡായിട്ടും പറയുന്നുണ്ട്, ഞാനൊരു ഇന്ത്യക്കാരനാണ്. അത് പറയാനുള്ള സംഭവമുണ്ട്. കാരണം നേരത്തെ ഇന്ത്യക്കാരെന്ന് പറയുവാൻ ലോകത്ത് അധികം ഇന്ത്യക്കാർക്ക് താല്പര്യമില്ല. അതായിരുന്നു സ്ഥിതി. അത് മാറി, അത് മോദിയാണ് കൊണ്ടുവന്നത്. കാരണം ഗ്ലോബലായിട്ടും ഇന്ത്യയുടെ ഒരു ഇമേജ് മാറ്റാൻ വേണ്ടി മോദി ശ്രമിച്ചു. അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് ഗ്ലോബലായിട്ട് കാണാൻ സാധിക്കും. ഇനി അടുത്തൊരു കാര്യം ഞാൻ ഈ പറയാൻ പോകുന്നത്, ഈ ശശി തരൂർ ഫർദർ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് അയാൾ കാണിക്കുന്ന ഭൂലോക മണ്ടത്തരവ്. ഇപ്പോൾ സീനിയറായിട്ടുള്ള പല കോൺഗ്രസ് നേതാക്കൾക്കും ശശിയെ ഇപ്പോൾ കണ്ണെടുത്താൻ കണ്ടുകൂടാ. ശശിയോട് യാതൊരു കാര്യങ്ങളും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു കാര്യവും ഡിസ്കസ് ചെയ്യുന്നില്ല. ശശിക്ക് അതറിയാൻ താല്പര്യവുമില്ല. ശശി തരൂർ റഷ്യയിൽ ഉണ്ടായിരുന്ന സമയത്ത് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി ചേർന്നു. പുള്ളി അധികം വരാറില്ല, വിളിച്ചാലും പോകാറില്ല, വരാമെന്ന് പറയും, പുള്ളി പോകാറില്ല. അപ്പം ശശി തരൂർ പറഞ്ഞു അദ്ദേഹം റഷ്യയിൽ നിന്ന് ഓൺലൈനിൽ പങ്കെടുക്കാം, പക്ഷെ അയാൾ വന്നില്ല. അതേപോലെ തന്നെ AICCയിൽ ഞാൻ അറിയാൻ സാധിച്ച സീനിയർ ലീഡേഴ്സ് ശശിയെ മൈൻഡ് പോലും ചെയ്യാറ് ഒരു കാര്യവും ഡിസ്കസ് ചെയ്യുന്നില്ല. വെറുതെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറിന് ഇരുത്തിയിട്ടേ ഉള്ളൂ, ഒരു പോസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ. ഒരു ലീഡേഴ്സുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അതായത് ഇപ്പോഴത്തെ ഒരു ഡെവലപ്മെന്റ് അനുസരിച്ച് ശശി പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു. എന്നാൽ എന്നോട് ചോദിക്കുകയാണ് ശശി തരൂരിനെ പറ്റി എൻ്റെ അഭിപ്രായം. ഞാൻ പറയും ഏറ്റവും ടാലൻറ്റഡ് ആണ്. ഇന്ത്യയെ ഗ്ലോബലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശശി തരൂരിൻ്റെ അത്രയും കഴിവുള്ളൊരു മലയാളിയില്ല, ഒരു ഇന്ത്യക്കാരനുമില്ല. ആ രീതി തന്നെയാണ്. അതായത് ഗ്ലോബലായിട്ട് ഈ പല മിഷനുമായിട്ട് പോയി, അപ്പം അതിനകത്ത് സക്സസ് ആയില്ല. രണ്ടാമത്തെ കാര്യം, പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. പലയിടത്തും പോയി ഇന്ത്യയുടെ കാര്യങ്ങൾ പറയാൻ സാധിച്ചു. അത് നിങ്ങൾക്കറിയാം, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് പലതും അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും നമുക്കത് ശശി തരൂരിനൊരു അങ്ങനെ ഒരു കരിഷ്മയുണ്ട് ഒരു ഗ്ലോബലായിട്ട്. അതായത് നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പോകുന്നതിനേക്കാളും കാര്യങ്ങൾ കുറച്ച് ഇൻഡെപ്തായിട്ട് ഇവരുമായിട്ടൊക്കെ പേഴ്സണൽ റിലേഷൻ്റെ പേരിൽ, കാരണം അയാൾക്ക് ടൈം കൊടുക്കും, അയാൾക്ക് കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. നല്ലൊരു സ്പീക്കറാണ്, നല്ല റൈറ്ററാണ്, നല്ലൊരു ഇൻ്റലക്ച്വലാണ്. അതൊക്കെ ശശി തരൂർ ഒരു കാരണവശാലും കോംപ്രമൈസ്, ഞാൻ അത് പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നൊരു സംഭവം. ഹൈലി ടാലൻറ്റഡ് ആണ്. പക്ഷെ അദ്ദേഹം ഈ ചിലപ്പോഴൊക്കെ വന്നിട്ട് ചില പൊട്ടത്തരം പറയാറുണ്ട്. അതായത് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി P. രാജീവും നമ്മുടെ മുഖ്യമന്ത്രി കുക്കപ്പ് ചെയ്തെടുത്ത് കുക്ഡായിട്ട് എടുത്ത സംഭവമുണ്ട്, കേരളത്തിലെ ഇൻഡസ്ട്രിയൽ ബിസിനസ് ഗ്രോത്ത്. അത് പുള്ളി വലിയ ഹൈലൈറ്റ് ചെയ്ത സംഭവം. അത് പറയും നോൺസെൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശശി തരൂർ ശ്രദ്ധിക്കുകയും അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിട്ടുപോവുകയും BJPക്ക് അദ്ദേഹം ഒരു മുതൽക്കൂട്ടാണ്. കേരളത്തിലും ശശിക്ക് നല്ല തരംഗം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഒരു മിഡിൽ ക്ലാസിൻ്റെ അകത്തും ചെറുപ്പക്കാരനിടയ്ക്കും ശശിക്ക് നല്ലൊരു പേരുണ്ട്. പക്ഷെ കേരളത്തിലെ BJPക്ക് എത്ര ശതമാനം അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഫർദറായിട്ട് എൻ്റെ അഡ്വൈസ് ശശി തരൂരിന് അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സും അയാളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. നേരത്തെ ഉണ്ടായിരുന്ന കേരളത്തിലെ പല ലീഡേഴ്സുണ്ട്, അവർ പോലും ശശിയെ തള്ളി പറയുക. ഇങ്ങനെ കിടന്ന് നാറാതെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയിട്ട്, കാരണം BJP ആണ് പുള്ളിക്ക് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. അടുത്ത പ്രാവശ്യം പോലും എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോൾ കർണാടകയിലെ ഇഷ്യൂ നോക്കുക, മറ്റു പലയിടത്തും കോൺഗ്രസിനും റീസർജ്, അതായത് റെജുവിനേറ്റ് ചെയ്ത് വരാനുള്ള കേപ്പബിലിറ്റി ഇല്ല.
അതുകൊണ്ട് ബി ജെ പിക്കാണ് പോസിബിൾ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് ശശിക്ക് പറ്റിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബി ജെ പി ആണ്. കാരണം പുള്ളിയുടെ ടാലൻറ്റ് വെറുതെ വേസ്റ്റായിട്ട് പോവുകയാണ്. കാരണം ശശിക്കും പല പോസ്റ്റുകളോടൊക്കെ താല്പര്യമുണ്ട്. സ്വന്തമായിട്ട് ഒരാൾക്കാരെ വെച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് പുള്ളി സ്വയമേ ചീഫ് മിനിസ്റ്റർ ആകാൻ ശ്രമിക്കുന്നു. കാരണം ഇത് ചെയ്ത അമിതാഭ് തിവാരി ഇവരൊക്കെ എനിക്കറിയാം. കാരണം ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കിയെടുക്കുന്ന കള്ളക്കണക്കാണെന്നറിയാം. അപ്പം അതിനേക്കാൾ അതിനൊന്നും പുള്ളി മുതിരാതിരിക്കുകയാണ് നല്ലത്. കാരണം ഇതിൻ്റെ അകത്ത് ഡെപ്തായിട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കപടതയും കള്ളത്തരങ്ങളൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ആ നിലയിൽ നിന്ന് താപ്പോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അദ്ദേഹത്തെ ഈ ബി ജെ പി ആണെങ്കിലും മോദി ആണെങ്കിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പരമാവധി മനസ്സിലാക്കി ബി ജെ പിക്കകത്ത് നല്ലൊരു പൊസിഷനും കിട്ടും. ഗ്ലോബലായിട്ട് ഇന്ത്യക്കും ശശിയാണ്. ഇന്ത്യ ഗ്ലോബലായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ ശശി തരൂരിനെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഫർദറായിട്ട് ഇതിനകത്ത് അടിയുണ്ടാക്കി ബേളമുണ്ടാക്കി മുന്നോട്ട് പോകുന്നതിനേക്കാളും നല്ലത് അദ്ദേഹം വിട്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത്.